കഴിക്കുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ, ധരിക്കുന്ന ഡ്രസ്സുകൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, താമസിക്കുന്ന വീടുകൾ, കുടിവെള്ളം ബോറ് പോലും ലോണുമായി, ഇൻട്രസ്റ്റുമായി ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യം ആകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഹറാമിൽ മുഴുകിയ അവസ്ഥയിലാണെങ്കിൽ, ഓ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിനെ മറന്ന് ജീവിക്കണ്ട. ഇന്നിപ്പോ മക്കൾക്കെല്ലാം പൂർണ്ണമായ സ്വാതന്ത്ര്യം അങ്ങോട്ട് കൊടുത്തു രക്ഷിതാക്കൾ. എല്ലാത്തിനും സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ വളരെ സ്വതന്ത്രമായിട്ട് തന്നെ അവര് ജീവിക്കും. എല്ലാ തോന്നിയവാസവും എവിടെ പോയാലും ചോദിക്കൂല, എത്ര വൈകിയാലും ചോദിക്കൂല, എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യൂല. പൂർണ്ണമായ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ചെറിയ വളർന്നു വരുന്ന മക്കൾ ഉൾപ്പെടെ കഞ്ചാവിന്റെ അടിമകളാണ്. ഹാൻസ് വെക്കുന്നവർ, പെൻപരാഗ് ചവിട്ടുന്നവർ, മധു തിന്നുന്നവർ, കള്ളുകുടിയന്മാർ വളരെ വർദ്ധിച്ചുപോയി. ഇതങ്ങ് ഉള്ളിൽ ചെന്നാൽ പിന്നെ എല്ലാത്തിനും ധൈര്യം കിട്ടിപ്പോയി. എന്തു ചെയ്യാൻ, എന്തു പറയാൻ, എങ്ങനെയും പെരുമാറാൻ. കാരണം സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥ. ലഹരി മനുഷ്യനെ ഭ്രാന്തനാക്കും. ലഹരി ആരെയും എന്തും ചെയ്യും. അതുകൊണ്ടല്ലേ നിരപരാധികൾ ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ദാരുണമായ വാർത്തകൾ ദൈനംദിനം നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ലഹരി ഉപയോഗമാണ് അതിന്റെ പ്രേരണ നൽകിയതെന്ന് നാം ചിന്തിക്കുമ്പോൾ എത്രത്തോളം സ്വന്തം 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ ലഹരി കലർത്തിയിട്ട് ഉമ്മയെ വേണ്ടാത്ത രൂപേണ സമീപിച്ച 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ വാർത്ത അറിഞ്ഞവരാണ് നാം. എവിടെ എത്തി നമ്മുടെ ജീവിതം? ഈ സമുദായത്തിന്റെ ജീവിതം എത്രത്തോളം അധപ്പതിച്ചുപോയി എന്ന് നാം ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതുപോലെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്വാൻ. അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളാണ്, ശൈത്വാന്റെ പ്രവർത്തനങ്ങളാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ട് ഹബീബ് പറയാണ്, അത്തരം മയക്കുമരുന്നിന്റെ ലഹരി ഉപയോഗക്കാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുയ്നത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് തുയ്നത്തുൽ ഖബാൽ എന്നാൽ നിങ്ങൾക്കറിയോ? സ്വഹാബത്തിനോട് തങ്ങൾ ചോദിക്കുക. എന്നിട്ട് തങ്ങൾ തന്നെ വിശദീകരണം പറയാണ്. തുയ്നത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ ഖാൽ അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലമാണ് തുയ്നത്തുൽ ഖബാൽ. അത് അടിക്കടി സെക്കൻഡ് ഇടപെടാതെ ലഹരി ഉപയോഗക്കാരെ, കള്ളുകുടിയന്മാരെ, അതേ മയക്കുമരുന്ന് ഉപയോഗക്കാരെ അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല തുയ്നത്തുൽ ഖബാൽ കുടിപ്പിച്ച് വലിയ ശക്തമായ നിലക്ക് അദാബാക്കുന്നു, ശിക്ഷിക്കുന്നു. അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു, മക്കളെ, കള്ളുകുടിയെന്നാൽ, ലഹരി ഉപയോഗമെന്നാൽ അത് ചെറിയ കാര്യമല്ല. അമാ അലിംതും അന്ന ശുർബൽ ഖംരി യുഅദിബുൽ ജബ്ബാർ. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുർ-റഹീമായ റബ്ബിന് കള്ളുകുടിയന്മാരെക്കാൾ, കഞ്ചാവ് ഉപയോഗക്കാരെക്കാൾ, പാൻപരാഗ്, ഹാൻസും അതുൾപ്പെടെയുള്ള ലഹരി ഉപയോഗം ചെയ്യുന്നവരെക്കാൾ റബ്ബിന് വെറുപ്പുള്ള, ദേഷ്യമുള്ള, കോപമുള്ള മറ്റു പടപ്പുകളില്ല.
ഈ പറഞ്ഞ രൂപേണ ലഹരി ഉപയോഗം ചെയ്യുന്നവരുണ്ടെങ്കിൽ, പതിവാക്കിയവരുണ്ടെങ്കിൽ, അത് ശീലിച്ചവരുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ, നിർത്തൽ ചെയ്യാൻ ഈ പരിശുദ്ധ ശഅബാനിലെ പവിത്രമായ വെള്ളിയാഴ്ച രാത്രിയിൽ ഇവിടെ സംഘടിപ്പിച്ച ഈ മജ്‌ലിസ് പ്രചോദനമാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് ഉപദേശം ഫലവത്താകും. അതുകൊണ്ടാണ് നിങ്ങൾ ബായാർ സ്വലാത്തിന് വന്നാൽ 10,000-കണക്കിന് ചെറുപ്പക്കാരെ ബായാർ സ്വലാത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ വിഷയം? എത്രയോ കള്ളുകുടിയന്മാർ, തോന്നിവാസങ്ങളിലകപ്പെട്ട ആളുകൾ, തെറ്റായ നിലക്ക് ജീവിച്ചിരുന്ന, നാടിനും കുടുംബത്തിനും ഭാരമായിട്ട് ജീവിച്ചിരുന്ന 1000 ചെറുപ്പക്കാർ ഒരു വക്ത് നമസ്കാരം പോലും നിർവഹിക്കാതെ, എത്രത്തോളം വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം പോലും നിർവഹിക്കാതെ, പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠാനം പോലുമില്ലാതെ അല്ലാഹുവിന്റെ ദീനിനോട് വളരെ ധിക്കാരപരമായി ജീവിച്ചിരുന്ന ചെറുപ്പക്കാർ ഹിദായത്തിന്റെ വഴിയിൽ കൃത്യമായിട്ട് നിസ്കരിക്കാനും ഈമാനോടെ തഖ്വയുടെ വഴി തെരഞ്ഞെടുത്ത് അവർ നല്ല നിലയിലേക്ക് വഴിമാറിയ അവസ്ഥ ബായാർ സ്വലാത്ത് കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, മൂന്നാക്കൽ സ്വലാത്ത് കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ പണ്ഡിത സാദാത്തുക്കളുടെ മജ്‌ലിസുകളെ കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, നാമൊക്കെ ലക്ഷ്യമിടുന്നത് നമ്മുടെ മജ്‌ലിസുകളെ കൊണ്ട് ഭൗതിക താല്പര്യങ്ങളോ ഉദ്ദേശങ്ങളോ അല്ല, മറിച്ച് ഹബീബായ തങ്ങൾ തന്നെ മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞപ്പോൾ മുആദ് തങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. എന്തേ വിഷമം? എല്ലാ ദിവസവും മദീനത്തെ ലോകത്ത് വലിയ സ്ഥാനമുള്ള പള്ളികളിലൊന്നായ ഹബീബിന്റെ മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി, ആ പള്ളിയിലെ ഇമാമാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരായ സ്വഹാബ് ഉൾപ്പെടെ മൗമീങ്ങളായിട്ട് ഉള്ള ആ ജമാഅത്ത് നിസ്കാരത്തിൽ തങ്ങളതാ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ തങ്ങളെ ആമീനോടെ മലായികത്തിന്റെ ആമീനും യോജിച്ച് അത്രയും വലിയ ഇജാബത്തുള്ള ഒരു ഇബാദത്ത് ലോകത്ത് വേറെ ഒന്ന് പറയാനുണ്ടോ? അതുമാത്രമല്ല, ഹബീബിന്റെ മുഖം മഹാന്മാരായ സ്വഹാബത്ത് പ്രശംസിച്ച വജ്ഹ്, അല്ലേ അന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ സൂര്യൻ ചുറ്റുന്നത് പോലെ, കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ച് പറഞ്ഞ അജ്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബിന്റെ മുഖം നോക്കിയാൽ പിന്നെ ക്ഷീണമില്ല, വിശപ്പില്ല, ദാഹമില്ല, തളർച്ചയില്ല. എന്റെ ഹബീബായ തങ്ങളെ വിട്ട് ഞാൻ യമനിലേക്ക് പോയാൽ എന്ന നിലയ്ക്ക് മനസ്സങ്ങ് മുട്ടിയിട്ട് പ്രയാസപ്പെട്ട് വലിയ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ഹബീബായ തങ്ങൾ, ഗുരുവര്യരും കൂടിയായ തങ്ങൾ ശിഷ്യരായ മുആദ് തങ്ങളുടെ മനസ്സ് വായിച്ചിട്ട് പറയുന്നു, യാ മുആദ്, ഓ മുആദ്, നീ പ്രയാസപ്പെടണ്ട, നീ വിഷമിക്കല്ലേ. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ.
ഓ മുആദ്, നിങ്ങൾ കാരണം, നിങ്ങളുടെ ജീവിതം കാരണം, നിങ്ങളുടെ വാക്ക് കാരണം, പ്രവർത്തനം കാരണം, ഭാവം കാരണം, പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള സർവ്വസുഖങ്ങളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ദഅവത്താണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് നമ്മുടെ മജ്‌ലിസുകളെല്ലാം നടക്കുന്നത്. അല്ലാഹു കബൂലാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ, അല്ലാഹു ഹിദായത്തിലാക്കി തരട്ടെ, ആഫിയത്തിന് അല്ലാഹു നൽകി അല്ലാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ഇന്ന് പരിഷ്കാരം കൂടി മുസ്ലിം പെണ്ണ്. ഞാൻ എപ്പോഴും എല്ലാവരും ചിലപ്പോൾ ചിന്തിക്കും, എന്താണ് എല്ലാ സദസ്സിലും ഇത് പറയുന്നത്. ഞാൻ അങ്ങനെ പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും വലിയ അവസരോചിതമായ അറിവുകൾ പറയാം. ഇന്ന് നടക്കുന്ന വിഷയം, ഇന്ന് ഹറാമ് വർദ്ധിച്ച കാലം, മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം യുവതികൾ ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാലമാണ്. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനം വർദ്ധിച്ച കാലമാണ്. ഞാൻ സകല എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്ന, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഖുർആൻ അംഗീകരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നെങ്കിൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനം, അല്ലാഹു ലഅനത്ത് ചെയ്ത, അംബിയാക്ക് ലഅനത്ത് ചെയ്ത, മലായികത്ത് ലഅനത്ത് ചെയ്ത ആ പ്രവർത്തനം മുസ്ലിം പെണ്ണിന് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിത് ബയാർ സ്വലാത്തിൽ നാളെയും പറയും, എല്ലാ സദസ്സിലും പറയും. ഇത് പറയൽ അവസാനിക്കലില്ല. എന്താ കാരണം? എത്രയോ ആളുകൾ നമ്മോട് പറഞ്ഞ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയോ സഹോദരിമാർ ആ രൂപേണ ദുഷ്കരമായ നിലയ്ക്ക് ജീവിച്ച 1000 സഹോദരിമാർ അത്തരം പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ അവർ ഒരുങ്ങിയ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണിത് പറയുന്നത്. ഓ മുസ്ലിം പെൺകുട്ടികളെ, ഓ മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട്, മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട്, ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട്, ഒരു ഫേസ് മാസ്ക് കെട്ടിയിട്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ ഉൾപ്പെടെ ധരിച്ച്, ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ചിട്ട്, വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വളരെ മോശമായ, വളരെ വളരെ നിന്ദ്യമായ അവസ്ഥ വർദ്ധിച്ച ഈ കാലഘട്ടം നാം പ്രതീക്ഷിക്കണം ഖിയാമത്തിന്റെ അടുത്ത സമയമായിട്ട്. കാരണം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്ത് ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യഭിചാരം അധികരിക്കുന്ന കാലം, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം, പാട്ടുകാരികൾ, സംഗീതോപകരണങ്ങൾ രംഗത്ത് വരിക, സിനിമയുടെയും സീരിയലിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും പിറകിലായിട്ട് മുസ്ലിം ചെറുപ്പക്കാരികൾ ഓടി നടക്കുന്ന, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ അവസ്ഥയിൽ കാര്യം വഷളായ നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ ഇതിൽ നിന്നെല്ലാം വഴിമാറി ഒരു തഖ്വയുടെ, ഒരു വറഅന്റെ, ഒരു ഈമാനിന്റെ, അല്ലാഹുവിലുള്ള ചിന്ത വർദ്ധിക്കാൻ നമുക്ക് കഴിയണം. വേണ്ടാത്ത വിഷയങ്ങളൊക്കെ ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും വഴിമാറ്റാൻ നമുക്ക്
അതിനുള്ള ഒരു അവസരമുണ്ടാകണം. അങ്ങനെ പ്രതിജ്ഞ ചെയ്യാൻ ഉറപ്പിക്കാൻ പറ്റിയ ഒരു സമയമായി ഈ സദസ്സിനെ നാം കാണണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പലിശ വർദ്ധിച്ച കാലം, ഉമ്മവാപ്പനെ വെറുപ്പിക്കുന്ന കാലം, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തുന്ന കാലം, ഭാര്യമാരെ ആക്രമിക്കുന്ന കാലം, ഭർത്താക്കന്മാരോട് കേട്ട് സംസാരിക്കുന്ന കാലം, സ്വന്തം പുരുഷന്മാരോട്, ആണുങ്ങളോട്. ഭർത്താക്കന്മാർക്ക് ഇവിടെ എന്താ പറയുക, കുറെ ആൾക്കാർ എന്നോട് വന്നിട്ട് പറയും, ആണുങ്ങൾ വന്നിട്ട് പറയും എന്റെ ഭർത്താവിന് സുഖമില്ല. ആണുങ്ങൾ വന്നിട്ട് പറയും എന്റെ ഭർത്താവിന് സുഖമില്ല. കാരണം എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആ സുഖമായിക്കൊള്ളുന്നു. കാരണം ഭാര്യയ്ക്ക് സുഖമില്ല എന്നാ പറയുന്നത്, പെണ്ണിന് സുഖമില്ല എന്നാ പറയുന്നത്. അപ്പൊ അവർക്ക് പറയാൻ അറിയില്ല. കർണാടകക്കാരെ എന്നോട് വന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിന് സുഖമില്ല, ഭർത്താവിന് ഗർഭകോശത്തിൽ ഗഡ്ഡയുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു ഇവിടെ എന്താ ഭർത്താവിന് പറയാ, എന്താ പറയാ, ഭാര്യ എന്നാ പറയാ ഭർത്താവിന്. ഏതായാലും സ്വന്തം കെട്ടിയ ആണുങ്ങളോട് കേർത്ത് സംസാരിക്കുന്ന ദുസ്വഭാവം വർദ്ധിച്ച കാലം. ഈ സീരിയലിലും തോന്നിവാസവും കണ്ട് മുസ്ലിം പെണ്ണ് സ്വന്തം പുരുഷന്മാരോട്, കെട്ടിയ ആണുങ്ങളോട് കേർത്ത് സംസാരിക്കുന്ന കാലം. ഞാൻ പറയുന്നു ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാരോട്, കെട്ടിയ പുരുഷന്മാരോട്, ആണുങ്ങളോട് നിങ്ങൾ കയർത്ത് സംസാരിക്കുന്നു. നിങ്ങളെ അല്ലാഹു ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, മലായികത്ത് ലഅനത്ത് ചെയ്തു കഴിഞ്ഞു. എത്രത്തോളം ഹബീബ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പെണ്ണിന്റെ മരണം സംഭവിക്കുമ്പോൾ ആ അവസ്ഥയിൽ അവരുടെ ഭർത്താവ് അവളോട് ദേഷ്യത്തിലാണ്, കോപത്തിലാണ്, വെറുപ്പിലാണെങ്കിൽ ഹിയ മിൻ അഹ്ലിൻ അവൾ നരകത്തിന്റെ അവകാശികളിൽപ്പെട്ടവളാണ്. അതേസമയം ഒരു പെണ്ണ് മൗത്താകുമ്പോൾ അവളുടെ പുരുഷൻ, അവളുടെ ഭർത്താവ് അവളെ സംബന്ധിച്ച് തൃപ്തിയിലാണെങ്കിൽ അവൾ സ്വർഗീയ അവകാശികളിൽപ്പെട്ടവളാണ്. സ്വർഗവും നരകവും നാം മനസ്സിലാക്കിയാൽ സ്വർഗം വിലങ്ങാനുള്ള ഒരു വലിയ തെറ്റായിട്ട് വേണം സ്വന്തം പുരുഷന്മാരുടെ, ഭർത്താക്കന്മാരുടെ വെറുപ്പ് എന്ന് എന്റെ സഹോദരിമാർ ഗൗരവത്തോടെ മനസ്സിലാക്കി. ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അത് നിർത്തൽ ചെയ്യാൻ നമുക്ക് ഈ മജ്‌ലിസ് കാരണമാകണം. ഭാര്യമാരോട് മാന്യമായിട്ട് പെരുമാറുന്ന, അഹലുകാരോട് മാന്യമായിട്ട് പെരുമാറുന്നവനാണ് എന്റെ സമുദായത്തിലെ ഉത്തമന്മാരെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്ക് സന്തോഷകരമായ നിലക്കാക്കി ഈ ഇന്റർനെറ്റ് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ അതിന്റെ ഉപയോഗക്കാർക്ക് എല്ലാ തോന്നിവാസങ്ങളും കണ്ട് ആസ്വദിക്കാൻ അവസരം കൂടുതലാണ്. റമദാനിന്റെ രാത്രികളിൽ പോലും, റമദാനിന്റെ പകലുകളിൽ പോലും ചെറുപ്പക്കാർ ടൈം പാസിന് വേണ്ടി തോന്നിവാസങ്ങൾ കാണുന്ന ദുസ്വഭാവം, ദുശീലങ്ങൾ വർദ്ധിച്ച അവസ്ഥകൾ നമുക്കറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഓ ഉമ്മമാരെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, യുവതികളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാമിഉൽ അഹദീസ് എന്ന കിതാബ് നോക്കിയാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഐനിൻ ബാഖിയത്തുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാഹ്. എല്ലാ കണ്ണുകളും ഖിയാമത്ത് നാളിന്റെ ദിവസം കരഞ്ഞ് 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 കലങ്ങിയിട്ട് എത്രത്തോളം കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകതാ രക്തമൊഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ 3 കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കണ്ണിന്റെ അഹലുകാർ അവിടുന്ന് പരിചയപ്പെടുത്തിയത് വല്ലത്ത് അൻ മഹാരിമില്ലാഹ്,
ദൃഷ്ടിയിൽ പെടുന്ന സമയം, ഹറാമ് കൺമുമ്പിൽ കാണുന്ന സമയം, അല്ലാഹു അല്ലാഹ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ചിന്തിച്ചിട്ട് ഹറാമ് നോക്കാതെ കണ്ണ് ചിമ്മാൻ, മുഖം തിരിക്കാൻ മനസ്സുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ, മുസ്ലിം സ്ത്രീകളുണ്ടോ? അവരുടെ കണ്ണുകൾക്ക് ആഖിറത്തിൽ കരച്ചിലില്ല. നീ തോന്നിവാസം കണ്ട്, നീ ഹറാമ് നോക്കി, നീ നഗ്നചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ച് മലീമസമാക്കിയ ദുഷ്കരമാക്കിയ നിന്റെ കണ്ണുകൊണ്ട് അർഹമുർ-റഹീമായ റബ്ബിനെ കാണാൻ പറ്റില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കാണാനൊക്കില്ല കണ്ണ്. അത് മനസ്സിലാക്കണം. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ, ഇബാദത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. ഞാൻ ശക്തമായ നിലക്ക് പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. അങ്ങനെ കുടുംബബന്ധം ചേർത്ത് വലിയവരാദരിച്ച് ചെറിയവരോട് സ്നേഹം പുലർത്തി ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തി. ഏതാണ് ഇസ്ലാം? ഖുർആന്റെ മുഫസ്സിർ കൂടിയായ തങ്ങൾ പറഞ്ഞത് മാന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിലുമല്ല. അങ്ങനെ അസ്ഹാബിൽ നിന്ന് അയിമ്മത്തിലൂടെ പരമ്പരയായി കണ്ണിമുറിയാതെ മുത്തഖീങ്ങളായ ഔലിയാക്കളിലൂടെ അരിഫീകളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അഹ്ലു സുന്ന മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഏതെങ്കിലും കക്ഷികൾ വന്ന് ആശയത്തിൽ നിന്ന് വഴിമാറിയിട്ട് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഖുർആൻ ക്ലാസ് സംഘടിപ്പിച്ച് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, സലഫി, അങ്ങനെ ഏത് പുതിയ പേരിൽ രംഗത്തെ ആളുകൾ വന്നാലും തങ്ങൾ പറഞ്ഞു അവസാന കാലഘട്ടം നിങ്ങളും നിങ്ങളെ പൂർവ്വകാല പിതാക്കളും കേൾക്കാത്ത കേട്ടുകേൾവി പോലുമില്ലാത്ത വാചകങ്ങളുമായി കള്ളം പറയുന്ന വഞ്ചകന്മാരുടെ രംഗപ്രവേശനം വരുമ്പോൾ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞ തങ്ങൾ വളരെ ശക്തമായ നിലക്ക് മുസ്ലിം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. ഫയ്യാക്കും മക്കളെ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുദല്ലൂനകും നിങ്ങൾ വഴികേട് തരത്തിലകപ്പെടണ്ട. വലാ യഫ്തിനൂനകും നിങ്ങൾ ഫിത്നയിൽ മുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നോ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നമ്മുടെ ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക, ഹബീബിന് വേണ്ടി സമർപ്പിക്കുക. സ്വഹാബത്ത് തങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളെ മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ തങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണേ. തങ്ങൾ പറഞ്ഞല്ലോ മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെട്ടവരാരാണ് അവരവേ മൻ അത്വഅനി ദഖലൽ ജന്ന, അവര് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നും വമൻ അസാനി ഫഖദ് അബാ, അതിനെതിരെ ജീവിച്ച സർവകക്ഷികളും എന്നോട് വിലക്ക് ചെയ്തവരാണ്, വിലങ്ങിയ കക്ഷികളാണ്, അവർ നരകത്തിന്റെ നരകത്തിന്റെ അഹലുകാരിൽ നിന്നൊക്കെ വഴിമാറി സ്വർഗത്തിന്റെ അഹലുകാരിൽ അല്ലാഹു മുത്തഖീങ്ങൾക്ക്